ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇതൊരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. നമ്മുടെ ബിഗിനേഴ്സിന് പറ്റിയ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൾട്ടിമീറ്ററാണിത്. മോസ്റ്റ് അഫോർഡബിൾ എന്ന് പറയാൻ കാരണം ഇതിന് മാർക്കറ്റിലുള്ള വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 350 രൂപ. നമ്മുടെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ 350 രൂപ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ ഓൺലൈൻ സ്റ്റോറുകൾ, നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ 200-250 രൂപ റേഞ്ചിൽ നമുക്കിത് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇത് ഞാനത് അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ 2 ഐറ്റംസ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഒരു മൾട്ടിമീറ്ററും 2 ടെസ്റ്റിംഗ് ലീഡും. ഓക്കെ, ഇതാണ് നമ്മുടെ മൾട്ടിമീറ്റർ. ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബാറ്ററിയും ഫ്യൂസും ഒക്കെ അകത്തുണ്ട്. അപ്പോൾ കുറച്ച് വാർണിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഈ റേറ്റിങ്ങിലുള്ള ഫ്യൂസ് മാത്രമേ വെക്കാവൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫയർ ആവാൻ, ബ്ലാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ശരിക്കും ഒരു ബിഗിനേഴ്സിന് പറ്റിയ ഒരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു, കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇന്നത്തെ പ്രൊഫഷണൽ മൾട്ടിമീറ്റർ വരുന്ന എല്ലാ സെറ്റിങ്സും നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. DC വോൾട്ട് ചെക്ക് ചെയ്യാം, AC വോൾട്ട് ചെക്ക് ചെയ്യാം, ആംബിയർ ചെക്ക് ചെയ്യാം, റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം, NPN PNP ട്രാൻസ്ഫർ ചെക്ക് ചെയ്യാം. ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ DC വോൾട്ട് ചെക്ക് ചെയ്യാനുള്ളത് ഇറക്കി ഓരോ മോഡലും കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമുക്കിതൊന്ന് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ആക്യുറസി ഒക്കെ എത്രയൊക്കെ ഉണ്ടോ നോക്കാം. ഇതിന് നമുക്കിനി ഇതിൻ്റെ പ്രോബ്സ് ഒന്ന് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഏറ്റവും താഴെ കണക്ട് ചെയ്യുക, അതിന് മുകളിലായിട്ട് റെഡ് കണക്ട് ചെയ്യുക. ഇതിൽ 3 പോർട്ട്സ് വരുന്നുണ്ട്. മേളത്തെ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഹൈ ആംബിയർ, 10 ആംബിയർ വരെയുള്ള കറണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അങ്ങനത്തെ ഓപ്ഷൻ വരുമ്പോൾ സെറ്റിങ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. പക്ഷേ ഇത് 10 സെക്കൻഡിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് പോകും. ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഫ്യൂസ് മാറ്റി ഫ്യൂസ് ഇടേണ്ടി വരും. സോ അങ്ങനെ യൂസ് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ റേറ്റിങ്ങുള്ള ഫ്യൂസ് തന്നെ വാങ്ങിച്ചിടേണ്ടി വരും. ടെസ്റ്റ് ചെയ്യാനായിട്ട് ബാറ്ററി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു DC അഡാപ്റ്ററോടെ കണക്ട് ചെയ്തിട്ട്, ഇത് 12 വോൾട്ടിൻ്റെ ഒരു DC അഡാപ്റ്ററാണ്. നമുക്കിനി ഇതിപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് 20 വോൾട്ടിൽ വരെയാണ്. കാരണം ഈ ബാറ്ററി വരുന്നത് 1.5 വാട്ട്സിൻ്റെ ആയിരിക്കും, 1.2 വാട്ടാണ്. അപ്പോൾ നമുക്ക് 20 വാട്ട്സുള്ള വരെ കൊടുക്കാം. ഇനിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസിറ്റീവ് താഴെ കൊടുത്ത്, നെഗറ്റീവ് താഴെ കൊടുത്ത്, പോസിറ്റീവ് അങ്ങനെ കൊടുത്ത് നോക്കാം. ഇതിൽ 1.3 കാണിക്കുന്നുണ്ട്. 1.3 ഇത് 1 വോൾട്ടേ കാണിക്കുന്നുള്ളൂ. ഇതും 1.2 ആ ഒരു റേഞ്ച് വരുന്ന ബാറ്ററിയാണ്. ഇനി നമുക്ക് നമ്മൾ 12 വോൾട്ട് അഡാപ്റ്റർ ഒന്ന് ഓണാക്കി നോക്കാം. അതോടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇതിൽ പോസിറ്റീവ് വരുന്നത് ഇതാണ്, പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പന്ത്രണ്ട് വോൾട്ട്, കറക്റ്റ് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിനി ഇതിൻ്റെ അടുത്തൊരു സെറ്റിങ്സിലേക്ക് പോവാം. ഇത് റെസിസ്റ്റൻസ് വെക്കുന്നതാണ്. റെസിസ്റ്റൻസ് വെക്കാൻ വേണ്ടിയിട്ട്
നമുക്കൊരു റെസിസ്റ്റർ വേണം. ഇതൊരു റെസിസ്റ്ററാണ്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഏറ്റവും കുറച്ചിട്ട് നോക്കാം. നൂറ്റി 178, 180. അപ്പം 180 ഓംസ് ഉള്ള ഒരു റെസിസ്റ്ററാണത്. ഓക്കെ, നമുക്ക് റെസിസ്റ്ററിനകത്ത് 2000K ഓംസ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നതാണ്. ഇത് PNPയും NPNും ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടിന്യൂറ്റി, നമ്മുടെ വയറിൻ്റെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിൽ ബീപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊരു വയറാണ്. ഈ വയറിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടോ, ഇതിലെങ്കിലും ബ്രേക്ക് ഉണ്ടോ, കറണ്ട് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു എൻഡിൽ ഇത് കൊടുത്ത് ഒരു എൻഡിൽ കൊടുക്കുക. വർക്കിംഗ് ആണെങ്കിൽ ബീപ്പ് കേൾക്കും. കേൾക്കുന്നുണ്ടോ? കുറച്ച് മൈക്കിനടുത്ത് വെച്ച് കാണിച്ചു തരാം. കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടെങ്കിൽ ബീപ്പ് അടിക്കും. ഇതുപോലെ തന്നെ നമുക്കൊരു ഡയോഡ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേട്ടോ, ഇതിൽ ബീപ്പ് അടിക്കത്തില്ല. ഡയോഡ് ചെക്ക് ചെയ്യുന്ന ഡയോഡിൻ്റെ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലുള്ളൂ, തിരിച്ച് ഫ്ലോ ഇല്ല. തിരിച്ച് ഫ്ലോ ഉണ്ടെങ്കിൽ, രണ്ട് ഡയറക്ഷനിലും ഫ്ലോ ഉണ്ടെങ്കിൽ ഈ ഡയോഡ് വർക്കിംഗ് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡയറക്ഷൻ മാത്രമേ ഫ്ലോ ആണെങ്കിലുള്ളൂ. തിരിച്ച് കാണിക്കുന്നില്ല. സോ അതിൻ്റെ അർത്ഥം ഡയോഡ് വർക്കിംഗ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആണുള്ള AC വോൾട്ട് ചെക്ക് ചെയ്യുന്നതാണ്. AC വോൾട്ട് ചെക്ക് ചെയ്യാം. AC വോൾട്ട് ചെക്ക് ചെയ്യുമ്പം സൂക്ഷിക്കുക, ഇതിലെന്തെങ്കിലും വയറിൽ ബ്രേക്കോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. മാക്സിമം ഈ എൻ്റെ പിടിച്ച് ചെക്ക് ചെയ്യാതിരിക്കുക. ഇങ്ങനെ മാത്രം ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് AC വോൾട്ട് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ഒരു ഓൺ ആക്കിയിട്ടുണ്ട്. AC 200 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. AC റീഡിങ് കാണിക്കുന്നത് 230 വാട്ട്സ് ആണ്. സാധാരണ നമ്മുടെ വീട്ടിൽ വരുന്നത് 220, 250 വാട്ട്സ് ആണ്. 230 വാട്ട്സ് ആണല്ലേ കാണിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.